ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ കുട്ടികളുടെ കൂടെ ഇവിടുത്തെ ലൈബ്രറി വരെ വന്നേ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ലൈബ്രറിയിൽ കുറച്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുത്തെ ഹോളിഡേ സീസണാണ്, അതായത് ലോങ് ഹോളിഡേ. ഡിസംബറിൽ സ്കൂളുകളെല്ലാം ക്ലോസ് ചെയ്തു. ഇനി ജനുവരി 30 സ്കൂളുകളെല്ലാം ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ ഈ ലോങ് ഹോളിഡേ സീസണിൽ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാനും അതുപോലെ അവരുടെ റീഡിങ് എബിലിറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഈ ലൈബ്രറികളിൽ റീഡിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ടിവിറ്റി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ആക്ടിവിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡെയിലി ആക്ടിവിറ്റീസ് ആട്ടോ. എല്ലാ ദിവസവും രാവിലെ ഇവിടെ എന്തെങ്കിലും ആക്ടിവിറ്റി അവർ ചെയ്യും. അതിപ്പം ക്രാഫ്റ്റ് ആയിരിക്കാം, പെയിൻറ്റ് ആയിരിക്കാം, ആർട്ട് വർക്ക് എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും. പിന്നെ റീഡിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്. റീഡിംഗ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ടാസ്ക് ഉണ്ട് കേട്ടോ. ഈ ഹോളിഡേ ഫുള്ള് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഡെയിലി ഒരു ബുക്ക് അവർ റീഡ് ചെയ്യുക. നെക്സ്റ്റ് ഡേയിൽ വരുമ്പം അവർ വായിച്ച ബുക്ക് എന്താണെന്ന്, അറ്റ്ലീസ്റ്റ് അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് അവിടുത്തെ ലൈബ്രറിനോട് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ കൊച്ചു കുട്ടികളാണ് നമ്മുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ പേരൻസിന് ആ ബുക്ക് അവർക്ക് റീഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവർക്ക് വായിക്കാൻ പറ്റുന്ന ബുക്ക് അനുസരിച്ച്, അവർക്ക് മനസ്സിലാകാൻ പറ്റുന്ന ബുക്ക് അനുസരിച്ച് എടുത്താൽ മതി. ഇത് പേരൻസ് വായിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേയിൽ കുട്ടികളെയും കൊണ്ടുവന്ന് അവർക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അവരോട് പറഞ്ഞാൽ മതി ഇനി ഈ ബുക്കിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന്. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങുമാണ്. അതുപോലെ തന്നെ അവരുടെ റീഡിങ് എബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യിക്കാനും ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതുകൂടാതെ ഇവിടുത്തെ ആക്ടിവിറ്റി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. അത് മോർണിംഗ് 10:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 12 വരെ ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യും. ഇന്ന് ഇവർ ചെയ്യുന്നത് സ്നോമാൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവരുടെ കൂടെ ഇരുന്നു. എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടി അവർക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ലൈബ്രറിയിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആരെങ്കിലും ഹോളിഡേ ടൈമിൽ കുട്ടികളെ ഇങ്ങനെ ലൈബ്രറിയിലൊന്നും കൊണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ മോർണിംഗ് ടൈമിൽ ലൈബ്രറിയിൽ കൊണ്ടാക്കുക കേട്ടോ. അവർക്ക് ഫുൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വീട്ടിലിരുന്നുള്ള മൊബൈൽ കാണലും TV കാണലും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ സ്നോമാൻ മേക്കിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് ഇവരുടെ ഫൈനൽ സ്നോമാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.